ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നല്ല റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ മാംഗോ ഷേക്ക് തന്നെ. പക്ഷേ ഇതിനകത്തിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നോമ്പ് കാലമല്ലേ, അപ്പോൾ നോമ്പ് തുറയ്ക്കൊക്കെ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഒരു വലിയ മാംഗോ ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നീളമുള്ള വലിയ മാംഗോ ഇല്ലേ, അത് ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം. ഇതാ നമ്മുടെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നുറുക്കിയെടുക്കുക കേട്ടോ, ഇതേപോലെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇത് 1 മണിക്കൂറത്തേക്കെങ്കിലും ഒന്ന് ഫ്രീസറിൽ വയ്ക്കുക. അത് കൂടുതൽ നേരം വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം എങ്കിലും വെച്ചേക്കുക. അപ്പോൾ കുറച്ചൊന്ന് കട്ടിയാവത്തില്ലേ, അതുവരേക്കും വയ്ക്കുക കേട്ടോ. മാംഗോ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് ഐസ് പോലെ ആയിട്ടില്ല കേട്ടോ, കുറച്ച് സോഫ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത്, മിക്സിയുടെ ജാർ എടുക്കുക. ജാറിലേക്ക് നമ്മളുടെ ഈ മാംഗോ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തണുത്ത പാല് 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാല് ഫ്രീസറിൽ വെക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അധികം തണുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പാല് ഫ്രീസറിൽ വയ്ക്കാതെ എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കേണ്ടത്. അത് വേറൊന്നുമല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. നമ്മളുടെ ഏലക്കാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഞാനിപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇത് ചേർത്താൽ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ മാംഗോ ഷേക്കിന്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസ്സിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ ഷേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ടൂട്ടി ഫ്രൂട്ടിയുടെ കൂടെ തന്നെ നമുക്ക് മാംഗോൻ്റെ ചെറിയ ചെറിയ പീസസ് ഇല്ലേ, അത് അരിഞ്ഞത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഇടയ്ക്ക് കഴിക്കുന്നത് ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിടണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. അപ്പം നമ്മുടെ മാംഗോ ഷേക്ക് ഇതാ ഇവിടെ റെഡി ടു സെർവ് ആണ്. സൂപ്പർ ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ടോ നല്ലൊരു വ്ളോഗായിട്ടോ വീണ്ടും കാണാം. ബൈ.